നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എന്ന് പറയുന്ന അതിമനോഹരമായൊരു നഗരത്തിൽ ഇന്നലെ സൂറിച്ചിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പല കാഴ്ചകളിലൂടെയൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ക്രോൺ ഹോട്ടലിൽ വന്ന് താമസിക്കുകയാണ്. രണ്ടാം ദിവസം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു റെഡിയായി. കാരണം ഇന്നൊരു ദീർഘമായ യാത്രയാണ് സ്വിറ്റ്സർലൻഡിലൂടെ തന്നെ. ഇന്നലെ ഞാൻ ബോബിയുടെ കൂടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് ഒരു ടൂർ ബുക്ക് ചെയ്തിരുന്നല്ലോ ഇന്നലത്തെ ഒരു ദിവസത്തേക്ക്. ഇന്നലത്തെ ടൂർ മാത്രമല്ല ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ഇന്നൊരു ബസ്സിൽ കയറി യുങ്ഫ്രോ എന്ന് പറയുന്ന ഒരു വമ്പൻ കൊടുമുടിയുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ഏതാണ്ട് 4000-ഓളം മീറ്റർ ഉയരമുള്ള വമ്പൻ ഒരു മഞ്ഞുമൽ പർവ്വതം. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ബസ് ഇന്ന് രാവിലെ പുറപ്പെടുന്നുണ്ടെന്ന് ഞാൻ അവിടെ വെച്ച് അറിഞ്ഞു. അപ്പോൾ അതിൽ ഞാനൊരു സീറ്റ് ബുക്ക് ചെയ്തു. ഈ ബസ്സിലല്ല മുകളിൽ വരെ പോകുന്നത്. അത് വളരെ രസകരമായൊരു കാര്യമാണ്. ആ യാത്രയാണ് ഇതിൻ്റെ ത്രില്ല്. അതിലേക്ക് വരാം. അങ്ങനെ രാവിലെ റെഡിയായി ഞാൻ എൻ്റെ ക്യാമറയും അനുബന്ധ സാധനങ്ങളൊക്കെ ആയിട്ടെടുത്ത് ഇറങ്ങി. ബസ് പുറപ്പെടുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് കാത്തു നിന്നു. ഇത്തിരി നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നു. രസകരമായ കാര്യം, നമ്മളെ സർപ്രൈസ് ആക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗൈഡുണ്ട്. ഈ ഗൈഡ് ആദ്യം ഗൈഡാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അയാളൊരു പാസഞ്ചറാണെന്ന് വിചാരിച്ചത്. അയാളൊരു തായ്ലൻഡുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാദ്യം അദ്ദേഹം അനൗൺസ് ചെയ്തു. ടിങ് എന്നാണ് പേര്, ടിങ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ആദ്യം സൂറിച്ച് പിന്നിട്ടു. ഈ സൂറിച്ച് പിന്നിടുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ യാത്ര പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല, അതിമനോഹരമാണ്. നല്ല പച്ച പുൽമേടുകൾ, അത് നല്ല ഒരു റിസോർട്ടിനകം പോലെ വെട്ടിയൊരുക്കി. 1, 2, 3 കിലോമീറ്റർ അല്ല, സ്വിറ്റ്സർലൻഡിൻ്റെ ഏത് ഭാഗത്തേക്ക് പോയാലും അതിമനോഹരമാണ്. അതുപോലെ അതിന് അതിരിടുന്ന കുറേ വനം ഉണ്ടാവും ഈ പുൽമേടുകളുടെ അതിരിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നിൽ പർവ്വതനിരകളായിരിക്കും. ഈ പർവ്വതനിരകളുടെ പുറകിൽ മുകളിൽ മഞ്ഞുണ്ടാവും. ചിലപ്പോൾ ഒരു നദി അതിലൂടെ ഒഴുകുന്നുണ്ടാവാം. അതല്ലെങ്കിൽ വലിയൊരു തടാകം ഉണ്ടാവും. ഈ തടാകം എന്ന് പറയുന്നത് മനോഹരമാണ്. അതായത് ഒരു മാലിന്യവുമില്ലാതെ നല്ല നീല നിറം. ടിങ്കി മൈക്കെടുത്തിട്ട് പറഞ്ഞു, നമുക്ക് നിങ്ങളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവണമെന്നില്ല, ചിലർ കഴിച്ചിട്ടുണ്ടാവാം, പക്ഷേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊരു സ്റ്റോപ്പുണ്ട്. അത് ബ്രിയാൻസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോഴാണ്. അവിടെ നമ്മൾ ഒരു 40 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരും. ഈ 40 മിനിറ്റ് കൊണ്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവർക്ക് ഈ ബ്രിയാൻസ് നഗരം ഒന്ന് വേണമെന്ന് വെച്ചിട്ട് നടന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടി. ഈ ഓടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നിട്ട് നമ്മൾ ലുസേൺ എന്ന് പറയുന്നൊരു പട്ടണത്തിലേക്ക് എത്തി. ലുസേൺ അതിമനോഹരമായൊരു പട്ടണമാണ്. ഞാൻ അതിനു മുമ്പ് ആ ലുസേണിൽ പോയിട്ടുണ്ട്. 1999 എൻ്റെ ആദ്യത്തെ യൂറോപ്യൻ യാത്രയാണ് ഞാൻ ലുസേണിൽ ചെല്ലുന്നത്. ഞാൻ ലുസേണിൽ ചെല്ലുന്ന ഒരു മഞ്ഞുകാലത്ത്, ഒരു ഡിസംബർ മാസത്താണ്. അപ്പോൾ മഞ്ഞുവീഴ്ചയുടെ ഒരു സമയമാണ്. എൻ്റെ ഓർമ്മയിലുള്ളത് പുലർകാലത്ത് ഇത് ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് പോകുന്നത്. ആ ടൂർ കമ്പനി ഒരു മണിക്കൂർ 2 മണിക്കൂറോ ഒക്കെയാണ് ഈ ലുസേൺ നഗരത്തിലൂടെ നമുക്ക് നടക്കാൻ സമയം അനുവദിച്ചത്. ബാക്കിയൊക്കെ ഈ ബസ്സിൽ നമ്മൾ പല കാഴ്ചകളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഈ മഞ്ഞ് വീഴുന്ന ദിവസം രാവിലെ ലുസേണിലെ തടാകത്തിൻ്റെ കരയിൽ പോയി നിന്നതും അവിടുന്ന് കുറേ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തതും, വല്ലപ്പോഴും വല്ല ബോളിവുഡ് സിനിമയിലെ പാട്ട് സീനിൽ മാത്രം ഇത്തരം സീനുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്, മലയാളികളും ഇന്ത്യക്കാരും. അത് ഞാൻ എൻ്റെ സ്വന്തം ക്യാമറയിൽ പകർത്തിയെടുക്കുന്നതിൻ്റെ ഒരു ത്രില്ലിൽ നിന്നിട്ടാണ് ഞാൻ ഈ മഞ്ഞ് വീഴ്ച, ഈ തടാകത്തിൽ കൂടെ നീന്തുന്ന താറാവുകൾ, അരയന്നങ്ങൾ, അതിൻ്റെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെടികൾ, ആ തടാകത്തിന് കുറുകെയുള്ളൊരു പാലം, മരപ്പാലം, ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഓർക്കുന്നുണ്ട്. പിന്നീട് ഈ യാത്ര, ഇപ്പം നമ്മൾ ഈ നടത്തുന്ന യാത്രയ്ക്ക് ശേഷവും ഞാനവിടെ പോയിട്ടുണ്ട്. ആ യാത്രയിൽ എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. സാധാരണ ഞാൻ തനിച്ച് യാത്ര ചെയ്യുന്നതെങ്കിലും നിരന്തരമായി എൻ്റെ ഈ യാത്രകളൊക്കെ അറിയുന്ന എൻ്റെ 2 സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് കുറേ കാലമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുമ്പം ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണം, ഞങ്ങളും കൂടെ വരുന്നുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പോന്നേക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ബജറ്റ് ട്രാവലാണ്. അവരും ഏറ്റവും ചിലവ് ചുരുങ്ങി യാത്ര ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ്, ഞാനും അങ്ങനെ തന്നെ. അപ്പം സാധാരണ എയർലൈനിലെ ഒരു ഏറ്റവും എക്കണോമി ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സൂറിച്ച് വന്നിറങ്ങിയിട്ട് ഇവിടെ ഈ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, അപ്പോൾ സ്വിറ്റ്സർലൻഡ് വന്നിട്ട് ഇറ്റലിയിൽ പോയിട്ട് ഫ്രാൻസും കഴിഞ്ഞ് തിരിച്ചു പോവുക, ഇതാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ടാണ് യാത്ര, അല്ലാതെ ടൂർ കമ്പനിയൊന്നുമില്ല. അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോവുക. നല്ല രസകരമായ യാത്രയായിരുന്നത്. അപ്പോൾ അതിൽ ചില രസകരമായ സംഭവങ്ങൾ ഈ ലുസേണിൽ വെച്ചുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, സൂറിച്ചിലാണ് ഫ്ലൈറ്റിൽ വന്നിറങ്ങിയത്. ആ യാത്രയിലും വന്നിറങ്ങിയിട്ട് ഞങ്ങളൊരു ട്രെയിനിൽ കയറി ഈ ലുസേണിൽ വന്നു. കാരണം എനിക്കന്നറിയാം ലുസേണിലാണ് താമസിക്കേണ്ടത്. ലുസേൺ ഇതിൻ്റെ ഒരു സെൻറ്ററാണ്. പല ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് അവിടുന്ന് ട്രെയിനിൽ കയറി പോകാം. നല്ലൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് ലുസേണിൽ. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ ലുസേണിൽ വന്നു. അവിടുത്തെ ഒരു ബജറ്റ് ഹോട്ടലിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ബെഡുള്ള മുറി വേണം. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ കഥ പറയാനും വർത്തമാനം പറയാനും വിശേഷങ്ങൾ പറയാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ യാത്രയിൽ. കാരണം അല്ലാത്ത നാട്ടിൽ വെച്ച് അധികം സമയം കിട്ടില്ല.
അപ്പോൾ ഞാനാണ് ഈ മുറിയൊക്കെ ബുക്ക് ചെയ്തത്. അപ്പം 3 ബെഡുള്ള ഒരു മുറി ബുക്ക് ചെയ്തു. ഞങ്ങൾ മുറിക്കകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു കാഴ്ച എന്താണെന്നറിയോ, ഈ 3 ബെഡും ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ്, ബങ്ക് ബെഡുകളാണ്. അപ്പോൾ ഒരാൾ അടിയിൽ കിടക്കണം, ഒരാൾ നടുക്ക് കിടക്കണം, ഒരാൾ മുകളിൽ കിടക്കണം. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ മുകളിൽ കിടന്നോളാം. അപ്പോൾ ഈ മുകളിൽ കിടക്കാൻ പൊതുവെ ആളുകൾ കുറവാണല്ലോ. മരം കൊണ്ടുള്ള കട്ടില. ഈ മരത്തിൻ്റെ കട്ടിൽ വളരെ നല്ല മെത്തയൊക്കെ നല്ലതാണ്, നല്ല ഗംഭീര സംവിധാനമാണ്, അത്യാവശ്യം നല്ല മുറിയാണ്, നല്ല ഫെസിലിറ്റികളാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ, ഇങ്ങനെ ബങ്ക് ബെഡാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവസാനം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങി, വൈകുന്നേരം പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ ലുസൈൻ തടാകത്തിൻ്റെ തീരത്തൂടെ നടന്നു. രാത്രി അതിൻ്റെ ഓരത്തുള്ള റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് മുറി വന്നു. അവസാനം ഞങ്ങൾ ഉറങ്ങേണ്ട സമയമായി, കയറി കിടന്നു. ഞാൻ ഏറ്റവും മുകളിൽ കിടന്നു. പയ്യെ മയങ്ങിക്കഴിഞ്ഞ് ഒരു ചെറിയ കുലുക്കം, ഭൂകമ്പം പോലെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ശബ്ദത്തോടു കൂടി. പിന്നെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ടിലിൻ്റെ 3ാമത്തെ തട്ടുണ്ടല്ലോ, ഞാൻ കിടന്ന തട്ടിൻ്റെ അഴികളെല്ലാം കൂടെ പറഞ്ഞ് ഞാനും ആ അഴികളും കൂടെ തൊട്ട് താഴെ കിടക്കുന്ന ആളുടെ മുകളിലേക്ക് വീഴുന്ന കാഴ്ചയാണ് പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പം കാണുന്നത്. അയാളും ഞാനും ബാക്കിയുള്ള അഴികളും കൂടെ ഏറ്റവും താഴെ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് കൂടെ വീഴുകയാണ്. ഇവർ പേടിച്ചു പോയി, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഈ തൊട്ട് താഴെ കിടന്ന ആൾ കമഴ്ന്ന് കിടന്നിരുന്നത് കൊണ്ട് അയാളുടെ മുഖത്തൊന്നും പറ്റിയില്ല. 2ാമത്തെ ആൾ ഈ ശബ്ദം കേട്ട് പയ്യെ ഈ വീഴുന്ന കണ്ട്, ഈ 2ാമത്തെ ഇതിലേക്ക് വീണ് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കൊണ്ട് ഈ താഴേക്ക് അത് വീഴുന്നത്. ഈ സമയം കൊണ്ട് പുള്ളി തെന്നി പുറത്തേക്ക് വീണത് കൊണ്ട് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഞങ്ങൾ വിചാരിച്ച് ഈ കട്ടിൽ തകർന്നു, ഇനിയിപ്പോൾ അതിന് കാശൊക്കെ കൊടുക്കേണ്ടി വരുന്ന. പിന്നെ ഞങ്ങൾ ഇറങ്ങി. അത് സത്യത്തിൽ ഇച്ചിരി വേദനയൊക്കെ എടുത്തുവെങ്കിലും ഇത് വളരെ രസകരമായൊരു സംഭവമായിട്ട് മാറി. അപ്പോൾ രാത്രി പിന്നെ ഉറക്കമില്ലല്ലോ, പിന്നെ എഴുന്നേറ്റ് ഇത് എങ്ങനെ നേരെയാക്കി എങ്ങനെ കിടന്നുറങ്ങാം. അപ്പോൾ അവസാനം ഞങ്ങൾ നോക്കുമ്പം ഈ അഴികൾ ഇങ്ങനെ വെറുതെ പെറുക്കി ഒരു സ്ലോട്ടിനകത്ത് ഒരു വെട്ടിനകത്ത് ഇട്ടിട്ടേ ഉള്ളൂ, ആണിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ രാത്രി ഇരുന്ന് ഞങ്ങൾ തന്നെ ഈ 2 തട്ടിൻ്റെയും അഴികൾ, ഈ വിലങ്ങനെ വെച്ചിരിക്കുന്ന അഴികൾ മെത്തയെടുത്ത് മാറ്റിയിട്ട് ഈ ഓരോ സ്ലോട്ടിനകത്ത് ഇട്ടിട്ടിട്ട് ഫില്ല് ചെയ്ത് മെത്തയൊക്കെ വിരിച്ച് വീണ്ടും കിടന്നുറങ്ങി. ആ യാത്ര തന്നെ രസകരമായ കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ പല കാഴ്ചകളിലേക്ക് പോയി. ലുസൈനിലെ കാഴ്ചകളിലേക്ക്, അവിടുന്ന് ടിറ്റ്ലിസ് എന്ന് പറയുന്ന വലിയൊരു കുടുംബയുടെ മുകളിലേക്കൊക്കെ പോയി. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇറ്റലിയിലേക്ക് പോകണം. ഇറ്റലിയിലേക്ക് പോകുന്നത് ഈ ലുസൈനിൽ തന്നെയാണ്. ലുസൈനിൽ നിന്ന് ട്രെയിൻ കിട്ടും. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ കയറുമ്പോൾ ഞങ്ങൾ ബജറ്റ് ട്രാവലാണല്ലോ, ദാരിദ്ര്യമാണ്. അപ്പോൾ തീരുമാനിച്ചു ട്രെയിനിലിരുന്ന് നമുക്ക് അത്താഴം കഴിക്കാം. അപ്പോൾ അതിനുള്ള കുറേ സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ഞാൻ ഈ വെൻഡിങ് മെഷീനുകളുണ്ട് അവിടെ, അതിലാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പല സാധനങ്ങളും കിട്ടുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് എടുത്തത് ഒരു സാൻഡ്വിച്ചാണ്. ഞാനും എൻ്റെ 2ാമത്തെ സുഹൃത്തും എടുത്തത് വേറെന്തോ ഒരു വിഭവമാണ്. എന്തുവാട്ടെ ഇതെല്ലാം എടുത്തു. കുറച്ച് കുടിക്കാനുള്ള ജ്യൂസും അതെല്ലാം ബാഗിനകത്താക്കി ഞങ്ങൾ ട്രെയിനിൽ കയറി പോയി. പോകുന്ന വഴിക്ക് ആർത്ത് ഗോൾഡൌ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്റ്റേഷനുണ്ട്, ഒരു പട്ടണമുണ്ട്. ഒരു 2-3 മണിക്കൂർ ഓടിക്കഴിഞ്ഞ് ഇത് അവിടെ എത്തും. അത് സ്വിറ്റ്സർലൻഡിൻ്റെ ഏതാണ്ട് ഒരു ഭാഗത്തായിട്ടാണ്, അതിർത്തിയോട് അടുത്തൊരു ഭാഗത്തായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചെന്നിറങ്ങി. ഇനി രാത്രി 7 മണിക്ക് അടുത്ത ട്രെയിനുള്ളൂ, മിലാനിലേക്കാണ്. ഇറ്റലിയിലെ മിലാനിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി. എന്നാൽ പിന്നെ നഗരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹത്തിന്, ഈ സാൻഡ്വിച്ച് എടുത്ത വിദ്വാന് വിശപ്പ്, അസഹ്യമായ വിശപ്പ് തുടങ്ങി. പുള്ളി അതങ്ങ് കഴിച്ചു. ഞങ്ങൾ 2 പേരും ഈ ഹോട്ട് ഡോഗ് എടുത്ത ഞങ്ങൾ മറ്റ് 2 പേരും കഴിക്കണ്ട, പിന്നെ ട്രെയിനായിരുന്നു കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് കഴിച്ചു. പിന്നെയും കുറേ സമയമുണ്ട്. നഗരമൊക്കെ ചുറ്റിക്കണ്ടു. അവിടെ വേറൊരു രസകരമായ കാഴ്ച കണ്ടെന്തറിയോ, ഒരു ഭാഗത്ത് ഈ നഗരത്തിൽ തന്നെ വലിയ ആളൊന്നുമില്ല, ഒരു സൺഡേ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്, അധികം ആളൊന്നും തെരുവിൽ കാണുന്നില്ല. പക്ഷേ അവിടെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ, പഴങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഈ മേശ നിരത്തി വെച്ചിരിക്കുക. എന്നിട്ട് അതേലൊക്കെ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം വലിയ മത്തങ്ങയൊക്കെ ഉണ്ട്, മത്തങ്ങ അതുപോലുള്ള സാധനങ്ങൾ പലതും, പല പച്ചക്കറികളും. അതിലെല്ലാം ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ വിലയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ മത്തങ്ങയ്ക്കും ഓരോ വിലയാണ്, വലുതിന് വില കൂടുതൽ, ചെറുതിന് വില കുറവ്. അപ്പുറത്ത് ഒരു പാത്രവും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമൊന്നും പിടികിട്ടില്ല, ഇത് ആളെ കാണുന്നില്ല, ഇതെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിൽ ഇതിൻ്റെ വില എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം, ഈ വില അവിടെ ടിന്നിനകത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ അന്ന് വലിയ അത്ഭുതം തോന്നിയ കാഴ്ചകളാണ്. കാരണം ഒരു നഗരത്തിൽ ഇങ്ങനെ പച്ചക്കറികൾ, സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു, അവിടെ വിൽപ്പനക്കാരില്ല, നിങ്ങളെ വിശ്വാസമാണ്, അതിൽ വില എഴുതി വെച്ചിട്ടുണ്ട്, ആ വില ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഇത് നൂറ്റാണ്ടുകളായി അങ്ങനെ നടക്കുന്നൊരു സിസ്റ്റം ആയിരിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്ര വിശ്വാസത്തിൽ അവരോട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു നാട്ടുകാരെ, ആ നാട്ടുകാർക്കുള്ളൊരു വിശ്വാസം, അവർ ആ വിശ്വാസം തെറ്റിക്കാതെ ഇപ്പോഴും ഒരു ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ ചിന്തിച്ച് അങ്ങനെ ചർച്ചയൊക്കെ ചെയ്ത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നു.
അപ്പോഴത്തേക്കും 7 മണിയാകാറായി, ട്രെയിൻ വന്നു. അതിൽ കയറി. മനോഹരമായ ട്രെയിനാണ്. ഇനി മിലാനിൽ ഏതാണ്ട് ഒരു അർദ്ധരാത്രിയോടുകൂടി എത്തും. ഇറ്റലിയുടെ വടക്കൻ ആൽപ്സിനോട് ചേർന്നുള്ള ഒരു നഗരമാണ് മിലാൻ. വളരെ പ്രധാനപ്പെട്ടൊരു നഗരമാണ്. ഫാഷൻ്റെ ലോക തലസ്ഥാനം എന്നൊക്കെ പറയാവുന്ന നഗരം. ഞങ്ങൾക്ക് പോകേണ്ടത് മിലാനിലേക്കല്ല. ശരിക്കും മിലാനിൽ രാത്രി ചെന്ന് കഴിഞ്ഞാൽ പുലർച്ചെ ഒരു ട്രെയിന് മിലാനിൽ നിന്ന് വെനീസിലേക്കുണ്ട്. അപ്പോൾ അതിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ മിലാനിൽ ഹോട്ടലൊന്നും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച യാത്രയാണ് നമ്മളതിൽ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക, കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് വേണമെങ്കിൽ മയങ്ങുക. ഓൾട്ടർനേറ്റായിട്ട് ഞങ്ങൾ ഒരുത്തൻ ഉറന്നിരിക്കുമ്പോൾ ബാക്കി രണ്ടുപേരും മയങ്ങുക. അങ്ങനെയൊക്കെ തീരുമാനിച്ചാണ് പോയിരിക്കുന്നത്. ആർത്ത് ഗോൾഡോവിൽ നിന്ന് മിലാനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. വേറെ എവിടുന്നോ വരുന്നൊരു ട്രെയിനാണ്. ഇങ്ങനെ ഓടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇരുന്ന സാൻഡ്വിച്ച് കഴിച്ച സുഹൃത്തുണ്ടല്ലോ, മൂപ്പറ് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായ തലവേദന എടുക്കുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്ന പോലെ തോന്നുന്നു, എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഈ സീറ്റിൽ നിന്ന് ഓടിയിട്ട് ഈ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. ഭയങ്കര ശബ്ദകോലാഹലങ്ങൾ അവിടെ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഈ ബോഗിക്കകത്ത് അധികം ശബ്ദമൊന്നുമില്ല, എല്ലാവരും സൈലൻ്റായിട്ട് അങ്ങനെ ഇരിക്കുക. ചിലർ പത്രം വായിക്കുന്നു, ചിലർ പുസ്തകം വായിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് ടോയ്ലറ്റിന് അങ്ങോട്ട് എത്തി നോക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഭീകരമായി ഛർദ്ദിക്കുകയാണ് അവിടുന്ന്. 1 അല്ല 2 അല്ല 3 അല്ല 5-6 തവണ ഇയാൾ പോകുന്നു, ഛർദ്ദിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയമായി. വെൻറ്റിംഗ് മെഷീനിൽ നിന്ന് കിട്ടിയ സാൻഡ്വിച്ചിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ മിലാനിലെത്തുവോളം പുള്ളി ഛർദ്ദിച്ചു. മിലാനിലെത്തുമ്പോഴത്തേക്കും പുള്ളിയെ ഞങ്ങൾ താങ്ങിയെടുത്ത് ഇറക്കേണ്ട സ്ഥിതിയിലായി. ഒടുവിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മിലാനിലെത്തി. പാതിരാത്രിയായി, 12:30 1 മണി ആകാറായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങേർക്ക് ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, കിടക്കത്തില്ല, ആകെ പ്രശ്നം. കഴിച്ചതെല്ലാം പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പ്, ഈ സാധനം കഴിക്കാൻ ഞങ്ങൾക്ക് പേടി. ഇത് കഴിച്ച ഇയാളുടെ അവസ്ഥ ഞങ്ങൾക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ആരെടുക്കാനാണ് ഞങ്ങളെ. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. മിലാൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീര റെയിൽവേ സ്റ്റേഷനാണ്. ഒരു കൊട്ടാരത്തിനകമാണെന്ന് തോന്നുന്നു നമുക്ക്. അതുപോലെ ചിത്രപ്പണികളും ഗംഭീരമായ തൂണുകളും അകത്തളങ്ങളും എല്ലാം ആയിട്ട് അതിമനോഹരമായ വെയിറ്റിംഗ് ഏരിയയൊക്കെയാണ്. അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങേര് പറഞ്ഞു, എനിക്ക് വയ്യ കേട്ടോ, യാത്ര ഇനി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ തീരെ ക്ഷീണിതനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു ഹോട്ടൽ മുറി വല്ലതും എടുത്ത് ഇന്നിവിടെ അങ്ങ് താമസിച്ചാലോ. അപ്പോൾ ഈ ദാരിദ്ര്യവാസികളാണല്ലോ എല്ലാം, അപ്പോൾ പൈസ മുടങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ ടെൻഷനുമാണ്. ഞാൻ പറഞ്ഞു, ഏതായാലും നമുക്ക് മുറിയെടുക്കാം. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഈ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലൊരു ഭാഗമുണ്ട്. അവിടെ ചില വഴിയോര റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കാം. അവിടെ ഇരുന്ന് ഒരു സൂപ്പ് കുടിക്കാൻ തീരുമാനിച്ചു. കാരണം ഇദ്ദേഹം ഛർദ്ദിച്ച് അവശനായിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നല്ല ഫ്രഷ് സൂപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, നല്ല ചൂടോടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ സൂപ്പ് ആവശ്യപ്പെട്ടു. അപ്പം സൂപ്പ് ഇങ്ങേർക്കും കഴിക്കാവുന്ന അവസ്ഥയിലെത്തി. ഇത്രയും ഛർദ്ദിച്ചതോടുകൂടി അങ്ങേരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷേ ആ ക്ഷീണമുണ്ട്, ഭീകരമായ ടയേർഡാണ്, തലവേദനയൊന്നും പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സൂപ്പ് വന്നു. സൂപ്പ് രസകരമായിട്ട് നല്ല സൂപ്പായിരുന്നു. അത് കുടിച്ചു. ഞങ്ങൾ ഓരോ ബ്രെഡും കൂടെ വാങ്ങി കഴിച്ചു. അപ്പോഴും ഈ സുഹൃത്തിന് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണം. കാരണം പുള്ളി ആകെ ക്ഷീണിതനാണ്. ഈ സൂപ്പ് കുടിച്ചത് കൊണ്ടൊന്നും പുള്ളിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പുള്ളിയുടെ ആരോഗ്യമൊന്നും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, ഒരു 2 മണിക്കൂറെങ്കിലും എനിക്കൊന്ന് ഉറങ്ങണം കിടന്ന്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മളുടെ ഈ ഭക്ഷണം കഴിക്കുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെയും ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഹോട്ടൽ ബോർഡുണ്ട്. അവിടെ ചെന്ന് റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു, മുറി കിട്ടുമോ? അപ്പം അവിടെ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 30 വയസ്സിൽ താഴെ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, മുറിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ആ ഒരു അവസ്ഥയെ കണ്ടിട്ട് പുള്ളി വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണം? ഞാൻ ചോദിച്ചു, ഇത് മണിക്കൂറിനാണോ? അല്ല, ഞങ്ങൾക്ക് റൂംസ് എല്ലാം ഫുള്ളാണ്. പക്ഷേ രാവിലെ 7 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു ഗസ്റ്റ് വരാനുണ്ട്. അങ്ങേരുടെ മുറി ഒരു സിംഗിൾ റൂമാണ്, അതുണ്ട്. അദ്ദേഹം 7 മണിക്ക് വരും രാവിലെ. ഏതോ ഒരു ട്രെയിനിന് വരാനുള്ളതാണ്. 7 മണി മുതലാണ് അദ്ദേഹം മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ മുറി തരാം. ഞങ്ങളത് സമ്മതിച്ചു. അപ്പോൾ എത്ര വേണം വാടക? അദ്ദേഹം ഏതാണ്ട് ഒരു 40 യൂറോയോ മറ്റോ പറഞ്ഞു. ഞങ്ങളത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങൾ 5 മണിക്ക് ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ബെഡ്ഷീറ്റെല്ലാം മാറ്റി ടോയ്ലറ്റെല്ലാം ക്ലീൻ ചെയ്ത് ഉണങ്ങണം, അതെല്ലാം വൃത്തിയാവണം. അത് കഴിഞ്ഞ് 7 മണിക്ക് ഗസ്റ്റ് വരും, നിങ്ങൾ ചതിക്കരുത് ദയവേത്. ഇല്ല. അപ്പോൾ ഈ കാശ് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, റെസീറ്റ് വല്ലതും ഉണ്ടോ? റെസീറ്റൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇങ്ങേരുടെ കയ്യിലേക്ക് പോകുന്ന പൈസയാണ്, ഈ കമ്പനി അറിയില്ല. എന്തുവാട്ടെ, നമുക്ക് മുറി കിട്ടിയല്ലോ. അങ്ങനെ മുറി പോകുന്നു. മുറി ചെല്ലുമ്പോൾ ഒരു കട്ടിലേ ഉള്ളൂ. ഞങ്ങൾ ഈ അവശനായ മനുഷ്യനെ കട്ടിലെ പിടിച്ച് കിടത്തിയിട്ട് 2 ഷീറ്റൊക്കെ വിരിച്ച് ഞങ്ങൾ 2 പേരും നിലത്ത് കിടന്നു. അലാമൊക്കെ വെച്ച് കിടന്നുറങ്ങി.
4 മണിയായപ്പോൾ ഒരു 3 മണിക്കൂർ കഷ്ടിച്ചുറങ്ങിയിട്ടുണ്ടാവണം. ഉറങ്ങി രാവിലെ ഏറ്റു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഉന്മേഷവാനായി, പുള്ളിയുടെ രോഗമൊക്കെ മാറി. ഞങ്ങൾ അവിടുന്ന് ബാഗൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. 6 മണിക്കാണ് വെനീസിലേക്കുള്ള ട്രെയിന്. ആ ട്രെയിനെ കയറി, ആ ട്രെയിൻ കിട്ടി. ഒരു അവിസ്മരണീയമായ യാത്രയായിരുന്നു. വെനീസിൽ 1-2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഫ്ലോറൻസിൽ, പിന്നെ പിസയിൽ, പിന്നെ റോമിൽ, പിന്നെ നേപ്പിൾസിൽ, നാപ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ അവിടുന്ന് തിരിച്ച് പാരീസിൽ, ഇങ്ങനെ ദീർഘമായ യാത്ര ചെയ്ത് ഗംഭീരമായ അനുഭവമായിരുന്നു. അപ്പോൾ ഈ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള യാത്ര അതിഗംഭീരമാണ്, അവിസ്മരണീയമാണ്. അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ഈ സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ യാത്രയ്ക്കും 8 കൊല്ലം മുമ്പാണ് ഞാൻ ഈ ടിങ്ങിൻ്റെ ഒപ്പം ഈ ബസ്സിൽ ഒരു 10-40 മറ്റ് യാത്രികർക്കൊപ്പം ഈ സ്വിറ്റ്സർലൻഡിൻ്റെ ഉൾനാടുകളിലൂടെ ലുസേണിലേക്കൊക്കെ എത്തിയത്. ലുസേണിൽ ഇത്തവണ സ്റ്റോപ്പ് ചെയ്തൊന്നുമില്ല. പക്ഷേ ലുസേൺ തടാകവും ലുസേൺ നഗരവും ഒക്കെ കണ്ട് വീണ്ടും ഓടുമ്പോൾ നമ്മൾ മലഞ്ചെരിവുകളിലൂടെ ഓടുന്നത്. ഒരു വശത്ത് മല ഇങ്ങനെ മുകളിലേക്ക്, മറ്റൊരു താഴ്വാരം. ഈ താഴ്വാരത്തെ ചെരിവുകളിലെല്ലാം വീടുകൾ, പുൽമേടുകൾ, അങ്ങ് താഴെ ഒരു തടാകം, ലുങ്കൻ എന്ന് പറയുന്ന ഒരു തടാകമാണ്. അതിമനോഹരമായ ഒരു തടാകമാണ്. അതിൻ്റെ നിറം തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. ഒരു നീല നിറം. ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രാമങ്ങളുടെ ഒരു ഭംഗി, വൃത്തി, സൗന്ദര്യം, ഇത് നമുക്ക് അത്ഭുതം തോന്നും. നാച്ചുറലായിട്ട് ഈ ഗ്രാമങ്ങൾ, ഈ രാജ്യം തന്നെ ഇങ്ങനെ ആയതാണോ? അല്ല. ഈ സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹാരിത മുഴുവൻ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? പുൽമേടുകൾ പോലും നിയമങ്ങളുണ്ട്. പുല്ല് കൃഷിയായിട്ട് തന്നെ നടത്തുന്നുണ്ട്. പുൽകൃഷി നടത്തുന്നവരെ എത്ര ഉയരത്തിൽ പുല്ല് വളർത്താൻ പാടുള്ളൂ, എത്ര ഉയരം കഴിയുമ്പോൾ അത് വെട്ടി മാറ്റിയിരിക്കണം. നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പരിസരത്ത് എത്ര ഭാഗത്ത് ലോൺ ഉണ്ടാവണം, എവിടെയൊക്കെ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കണം എന്ന് നിയമങ്ങളുള്ള പല മുനിസിപ്പാലിറ്റികളും സ്വിറ്റ്സർലൻഡിലുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ പല സ്ഥലങ്ങളിലും ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ വീട് പണി മുതൽ പരിസരം വൃത്തിയാക്കിയിടുന്നത്, സൗന്ദര്യവൽക്കരിക്കുന്നതിന്, പുൽമേടുകളെ സംരക്ഷിക്കുന്നതിന്, അതിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ കനത്ത ഫൈൻ കൊടുക്കേണ്ടി വരും. കനത്ത സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തെ പുല്ല്, ലോണ് കൃത്യമായിട്ട് വെട്ടിയൊരുക്കി ഇട്ടില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ ഒന്ന് വെട്ടിക്കോളും. എന്നിട്ട് നിങ്ങൾക്കൊരു ഹ്യൂജ് ഫൈൻ ബില്ലങ്ങ് അത് നിങ്ങൾ ആ കാശ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളൊരു വീട് വെക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള, ഞാൻ കാശ് മുടക്കി എനിക്കിഷ്ടമുള്ള വീട് വെക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഒരു വീട് എങ്ങനെ വെക്കണമെന്നുള്ളതിന് അതിൻ്റെ ഡിസൈൻ ഉൾപ്പെടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവിടുത്തെ എസ്തെറ്റിക് സെൻസിൽ അല്ലെങ്കിൽ കലാപരമായിട്ട് ആ നാടിൻ്റെ സാംസ്കാരിക ബോധത്തിന് ചേർന്ന വിധം, ആ നാടിൻ്റെ പൈതൃകത്തിന് ചേർന്ന വിധമാണ് ആ വീടിൻ്റെ ഡിസൈൻ എങ്കിൽ മാത്രമേ അപ്രൂവൽ കിട്ടുള്ളൂ. മാത്രമല്ല, ഈ വീട് പണിയുന്നതിന് മുമ്പ് നമ്മളവിടെ നേരത്തെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചില നിയമമുണ്ട്. ഇപ്പോൾ അതങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഒരു തൂണ് കുഴിച്ചിടണം നമ്മൾ വീട് പണിയാൻ പോകുന്നിടത്ത്. എന്തിനാണെന്നറിയോ? ചുറ്റുമുള്ള വീട്ടുകാർക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ താഴ്വാരത്തൊരു തടാകമുണ്ട്. അതിനെ കാഴ്ചയിലുള്ള ആ വ്യൂ കിട്ടുന്ന ഒരു വീടായിരുന്നു എന്നിരിക്കട്ടെ ഒരിടത്ത്. ആ വീടിൻ്റെ മുമ്പിൽ പുതിയൊരു വീട് വരാൻ പോവുകയാണെങ്കിൽ അവരവിടെ ഒരു തൂണ് കുഴിച്ചിട്ടിട്ട് ഈ പുറകിലുള്ള വീട്ടുകാർക്ക് മനസ്സിലാകണം ആ വീട് വരുമ്പോൾ ഇതിന് എത്ര ഉയരം ഉണ്ടാവും, അത് ഞങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുമോ. അങ്ങനെ മറയ്ക്കുമെന്നുണ്ടെങ്കിൽ അനുവാദം കൊടുക്കില്ല. നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച വീടാണ് എങ്കിൽ പോലും പിന്നിലുള്ളവർക്കും പരിസരത്തുള്ളവർക്കും ചുറ്റുമുള്ള വീട്ടുകാർക്കും ഉള്ള അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും ഒന്നും ഹനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അവർ വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവരാ. അവർക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ, ആ ചുറ്റുമുള്ള സൊസൈറ്റിക്ക്, കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതോടെ പരിഹരിച്ചെങ്കിലേ നിങ്ങൾക്ക് വീട് പണിയാൻ പോലും പറ്റുള്ളൂ. അതുപോലെ വീടിൻ്റെ നിർമ്മാണ ശൈലി, അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ കളർ സ്കീം, ഇതിനൊക്കെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു ചെറിയ നിയന്ത്രണം ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ എതിർക്കാൻ തുടങ്ങും. നമ്മളുടെ രാഷ്ട്രീയക്കാർ, കക്ഷികൾ, മാധ്യമങ്ങൾ, പൊതുജനങ്ങളൊക്കെ. ഒരു നാട് നന്നായിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യവും കർശനവുമായ നിയമങ്ങളുള്ളതുകൊണ്ടാണ്. ആ നിയമങ്ങൾ ജനങ്ങൾ അനുസരിക്കുന്നത് കൊണ്ടാണ്. ലോകത്തൊരു രാജ്യത്തും എനിക്ക് തോന്നുന്നില്ല ജനം നിയമത്തെ സ്നേഹിച്ചുകൊണ്ട് അനുസരിക്കുന്നുണ്ടോയെന്ന്. നിയമത്തെ ഭയന്ന് തന്നെയാണ് ബഹുഭൂരിഷം പേരും അനുസരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിലൂടെ പോകുമ്പോൾ റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ധാരാളം മലയാളികളോടൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമം തെറ്റിക്കാത്തത്, ഒന്ന് ഓവർടേക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാത്തത്? അപ്പോൾ അവർ പറയും ഹെവി ഫൈനാണ്, 2 തവണ തെറ്റിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലൈസൻസ് തന്നെ ക്യാൻസലാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്നേഹമല്ല, ഭയം തന്നെയാണ്. അബുദാബിയിലൂടെ, ദുബായിലൂടെ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ ആ നാട്ടിലെ നിയമത്തെ സ്നേഹിച്ചിട്ടല്ല, ഭയന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഫൈനും ശിക്ഷകളുമുള്ള നാടുകളിലാണ് ഈ സിസ്റ്റം വൃത്തിയായിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലും കാര്യങ്ങൾ നേരെ നടക്കണമെങ്കിൽ റോഡിൻ്റെ നിയമങ്ങളെ സ്നേഹിച്ചിട്ടോ അപരനെ സ്നേഹിച്ചിട്ടോ എൻ്റെ പുറകെ വരുന്നവൻ എന്നേക്കാൾ അത്യാവശ്യമല്ലേ എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ റോഡിലെ നിയമങ്ങൾ പാലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊതുസ്ഥലങ്ങളെ വൃത്തിയാക്കിയിടേണ്ടതൊക്കെ. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്ന ജനം നാട്ടിനെ സ്നേഹിച്ചുകൊണ്ട് വൃത്തിയാക്കിയിടുന്നല്ല,
കർശനമായ നിയമങ്ങൾ കൊണ്ടുവരിക, ആ നിയമം വയലേറ്റ് ചെയ്താൽ കനത്ത ഫൈൻ ഇടുക. മാധ്യമങ്ങളും ഇതിന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ സ്വിറ്റ്സർലൻഡ് ആയത്. അവിടെ ജീവിക്കുന്ന ആളുകൾക്കറിയാം അവിടെ നിയമം തെറ്റിച്ചാലുണ്ടാകുന്ന ഫൈൻ എന്താണെന്ന്, അവിടെ ഉണ്ടാകുന്ന ശിക്ഷ എത്രയാണെന്ന്. വൃത്തികേടാക്കിയിട്ടാൽ, മാലിന്യം വലിച്ചെറിഞ്ഞാൽ, റോഡ് നിയമങ്ങൾ തെറ്റിച്ചാൽ കനത്ത പിഴയാണ്. അത് ഭയന്ന് തന്നെയാണ് ജനമെല്ലാം അനുസരിക്കുന്നത്. അങ്ങനെ നമ്മളും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കഥകളും കാഴ്ചകളും എല്ലാം ആയിട്ട് ഓടി നമ്മൾ ബ്രിയാൻസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തുന്നു. ബ്രിയാൻസിൽ ചെന്ന് നേരത്തെ പറഞ്ഞ പോലെ 40 മിനിറ്റ് സമയമുണ്ട്. വണ്ടി ഒരു പാർക്കിംഗ് കൊണ്ടുപോയിട്ടു. എന്നിട്ട് ടിങ് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു 40 മിനിറ്റ് എല്ലാവരും ഇറങ്ങിക്കുള്ള, കൃത്യം 40 മിനിറ്റ്, ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, 40 മിനിറ്റ് ഇവിടെ ഉണ്ടായിരിക്കണം. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ക്യാമറയായിട്ട്. അപ്പം ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയാം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ എനിക്ക് ഈ ബ്രിയാൻസിൻ്റെ നഗരത്തിൻ്റെ കാഴ്ചകൾ കിട്ടില്ല. മനോഹരമായൊരു തടാകത്തിൻ്റെ തീരത്താണത്. അവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്, ഫെസിലിറ്റികളുണ്ട്. ആ തീരത്തൂടെ കുറേ നേരം നടക്കാം. അതിമനോഹര. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. ആ ഗ്രാമങ്ങളിലൂടെ, ആ ഗ്രാമപാതകളിലൂടെയൊക്കെ ഞാൻ നടന്നു. വീണ്ടും ഉള്ളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ ചില വീടുകൾക്കകത്തു നിന്നൊക്കെ ചില മുട്ടലും തട്ടലും ചില യന്ത്രം പ്രവർത്തിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു. കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി അതൊരു വീടല്ല, ഒരു വർക്ക്ഷോപ്പ് പോലത്തെ. വീടിൻ്റെ ഷേപ്പിലാണ്, ഒരു ട്രഡീഷണൽ ശൈലിയിലാണ്, പക്ഷേ വൃത്തിയായിട്ട് പണിതിരിക്കുന്നു. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് കുറേ തടികൾ, ഈ വേരോടെ പറിച്ചെടുത്ത ചില മരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നു. അകത്തുനിന്നുള്ള ശബ്ദമൊക്കെ കേട്ടു. അവിടെ എന്തോ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അവരുടെ ഭാഷയല്ല, ജർമ്മനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതിൻ്റെ വാതൊക്കെ ചെന്ന് നോക്കുമ്പം അകത്താളനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജാലകത്തിലൂടെ നമുക്ക് കാണാം കുറേ സാധനങ്ങൾ, കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പയ്യെ വാതിലൊന്ന് തട്ടിയിട്ട് പയ്യൊന്ന് തുറന്നു. അപ്പോൾ അകത്തിരിക്കുന്ന ആളൊന്ന് ചിരിച്ചു. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പാണ്, ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ തടിയിൽ കരകൗശല വസ്തുക്കളുണ്ടാക്കുന്ന ഒരു യൂണിറ്റാണത്. പിന്നീട് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞ് പഠിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ഈ ബ്രിയാൻസ് പ്രശസ്തമാകുന്നത് തന്നെ തടിയിൽ ശില്പവിദ്യ നടത്തുന്നവരുടെ ഗ്രാമം എന്ന പേരിലാണ്. ധാരാളം ഇത്തരം യൂണിറ്റുകൾ അവിടെയുണ്ട്. സ്വിറ്റ്സർലൻഡിൻ്റെയും യൂറോപ്പിൻ്റെയും പല ഭാഗത്തും തന്നെ ഇത്തരത്തിൽ തടിയിൽ ശില്പവേല ചെയ്യുന്ന ആളുകൾ ഈ ബ്രിയാൻസിലേക്ക് കുടിയേറി വന്നിട്ടുണ്ട്. അവരവിടെ ഈ ശില്പവേല പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, പരിശീലന കേന്ദ്രങ്ങളുണ്ട്. 3-4 വർഷത്തെ കോഴ്സുകൾ അവർ നടത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ ധാരാളം കലാകാരന്മാർ ഇത്തരം വർക്ക്ഷോപ്പുകളിലിരുന്ന് പണിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വീട്ടിലെ ഒരു പണിശാലയിലെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചു. അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്നും വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഞാൻ തിരിച്ച് ബസ്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ബാക്കിയുള്ളൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ലാവിഷായിട്ട് കഥയൊക്കെ പറഞ്ഞ് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അകത്ത് കയറി. ടിങ് താമസിയാതെ കയറി വന്നു. എല്ലാവരും കൃത്യസമയം പാലിച്ചതിലുള്ള നന്ദി ടിങ് പ്രകാശിപ്പിച്ചു. എന്നിട്ട് ഇനി ഞങ്ങൾ വീണ്ടും യാത്രയാണ്. വീണ്ടും ഈ ബ്രിയാൻസ് പട്ടണം പിന്നിട്ട് അതിമനോഹരമായ ഭൂപ്രദേശങ്ങളിലൂടെ ഗംഭീരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് കൊതി വരുന്ന കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി ലാറ്റർബ്രൂണൻ എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശത്തെ ഒരു ചെറിയ പട്ടണത്തിലേക്ക് എത്തുകയാണ്. ലാറ്റർബ്രൂണൻ. അപ്പോഴത്തേക്കും ടിങ്ങി മൈക്കെടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ ബസ് ഇവിടം വരെയുള്ളൂ. ഇനി യുങ്ഫ്രോ പർവ്വതത്തിൻ്റെ കൊടുമുടിയുടെ മുകളിലേക്ക് നമ്മൾ പോകുന്നത്. അതാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ സർപ്രൈസ്. നമ്മളൊരു ട്രെയിനിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലേക്ക് ട്രെയിനിൽ പോകുന്നത് എങ്ങനെയുണ്ടാവുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതാണ്ട് 4000 മീറ്റർ ഉയരത്തിൽ, ഏതാണ്ട് 12,000 അടി ഉയരത്തിലുള്ള ഈ കൊടുമുടിയുടെ മുകളിലേക്ക് നമ്മളിനി ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഈ ലാറ്റർബ്രൂണിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ പാർക്കിങ്ങിലാണ് വണ്ടി കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പം ടിങ്ങ് മുമ്പിലുണ്ട്. ടിങ്ങ് പറഞ്ഞു, എന്നെ ഫോളോ ചെയ്യുക എല്ലാവരും. നമ്മൾ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കും. ട്രെയിൻ വരുമ്പോൾ ഞാൻ മുമ്പേ ഏത് ട്രെയിനാണെന്ന് കാണിച്ചു തരും. അതിൽ നിങ്ങളിരിക്കേണ്ട ഓരോരുത്തരുടെയും കോച്ചുകൾ ഞാൻ പറഞ്ഞുതരും. അവിടെ ചെന്ന ഉടനെ നിങ്ങൾക്കുള്ള ഓരോരുത്തരുടെയും ടിക്കറ്റ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് തരും. അതുമായിട്ട് നമ്മൾ ഒന്നിച്ച് ഒരു കോച്ചിനകത്ത് ഇരിക്കും. കുറച്ച് പേര് മിച്ചം വന്നാൽ തൊട്ടടുത്ത കോച്ചിലും കൂടി ഇരിക്കും. എന്നിട്ട് നമ്മൾ മല കയറും. മല കയറിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മലയുടെ പകുതിക്ക് വെച്ച് നമ്മൾ ആ ട്രെയിന് ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തും. അപ്പോൾ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അവിടെ നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് ഈ ട്രെയിൻ അങ്ങ് പോകും. മറ്റൊരു ട്രെയിൻ വരും. ആ ട്രെയിന് അതിലാണ് നമ്മൾ വീണ്ടും ബാക്കിയുള്ള ഭാഗം മല കയറുന്നത്. ഈ ട്രെയിനുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 ചക്രങ്ങളാണ്. 2 ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ചക്രങ്ങളാണല്ലോ ഈ ട്രെയിനുകൾക്ക് പൊതുവേ ഉള്ളത്. ഈ ട്രെയിനിന് 3 ചക്രങ്ങളുണ്ട്. നടുക്കൊരു ചക്രം കൂടെ ഉണ്ട്, ഒരു പൽചക്രമാണ്. ആ പൽചക്രം ഈ ഒരു 3 പാളങ്ങളുണ്ട്. 2 പാളങ്ങളാണ് സാധാരണ ട്രെയിനെങ്കിൽ, ഇതിന് 3 പാളമുണ്ട്. നടുക്കത്തെ ഒരു പാളം ഈ പൽചക്രത്തിൻ്റെ പല്ല് ചെന്ന് വീഴാവുന്ന തരത്തിലുള്ള വെട്ടുകളുള്ളതാണ്. അപ്പോൾ അതേൽ പിടിച്ചാണ് ഈ ട്രെയിൻ കയറി പോകുന്നത്. ഈ ട്രെയിൻ സ്ലിപ്പായി പോകാതെ മല കയറാൻ സഹായിക്കുന്നത് ഈ വീലാണ്. അതിന് കോഗ് വീൽ എന്നാണ് പറയുന്നത്. കോഗ് വീൽ ട്രെയിനുകളാണ്. സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം ഈ ലാറ്റർബ്രൂണൻ്റെ മനോഹരമായ ഭൂപ്രകൃതി. ഒരു ഭാഗത്ത് ഒരു വലിയൊരു പാറക്കെട്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം എന്ന് നമ്മുടെ ആതിരപ്പള്ളി പോലെ അത്രയും വിശാലമായ വെള്ളച്ചാട്ടമല്ല, കുറച്ച് മെലിഞ്ഞ വെള്ളമാണ്.
മെലിഞ്ഞ ചാട്ടമാണ്, ചെറിയ ക്വാണ്ടിറ്റി വെള്ളമേ ഉള്ളെങ്കിലും അതിമനോഹരം. ആകാശത്ത് നിന്ന് ഇങ്ങനെ അങ്ങ് വീഴുകയാണ് താഴേക്ക്. അത് ഗംഭീരമായ പർവ്വതം, ആ പർവ്വതത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം, അത് വന്ന് വീഴുന്നത് താഴ്വാരത്തെ മനോഹരമായ പുൽമേടുകൾ, അവിടുത്തെ വീടുകൾ, അതിസുന്ദരമായ. ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് കാശ്മീരല്ല, ഈ ലാറ്റർബ്രൂണനാണെന്ന് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ട്രെയിൻ വരുന്നു. ആ ട്രെയിനിൽ ഏത് ബോഗിയാണെന്ന് ടിങ് നോക്കി ഞങ്ങളെ അങ്ങോട്ട് നയിച്ചു. അതിനകത്ത് ഞങ്ങളെല്ലാവരും കയറി. ഞാൻ അത്യാവശ്യം ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാവുന്നൊരു സ്ഥലത്തിരുന്നു. പലതരം പ്രായക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ, കുട്ടികളുമൊക്കെ ആയിട്ട് വന്നവരൊക്കെ ഉണ്ട്. വണ്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിത്തുടങ്ങുമ്പോൾ ഞാൻ ഈ അകത്തെയും പുറത്തെയും കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പോകുമ്പം ആ താഴ്വാരത്തൊക്കെ കുറേ വീടുകളുടെയൊക്കെ ഇടയ്ക്കൂടെ ട്രെയിൻ പോകുന്നത്. വീടുകളുടെ തൊഴുത്തിൻ്റെ ചേർന്ന്, അല്ലെങ്കിൽ അവിടെ കൃഷിയിടത്തിനകത്തൂടെ, അല്ലെങ്കിൽ ഒരു മരവീടിൻ്റെ പിന്നാമ്പുറത്തൂടെ ഒക്കെയാണ് ഈ ട്രെയിൻ ഇങ്ങനെ കയറി പോകുന്നത്. പിന്നെ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് വിജനമായ പ്രദേശങ്ങളിലൂടെയായി, പിന്നെ ഇടയ്ക്ക് ടണലുകൾ കടന്നായി, പിന്നെ പാതി ടണലുകൾ, അതായത് ഒരു മലയുടെ മുഴുവൻ ടണലല്ല, പാതി ഇങ്ങനെ സി ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തൂടെ ട്രെയിൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പം ഈ പാളത്തെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റെയിൽവേ സിസ്റ്റം ഉണ്ടല്ലോ 1937 ഉണ്ടാക്കിയതാണെന്ന് ഓർക്കണം, 37. അങ്ങനെ ഓടി മുകളിലത്തെ സ്റ്റേഷനിലെത്തുന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോഴത്തേക്ക് അവിടെ ചാറ്റൽ മഴയും മഞ്ഞ് വീഴ്ചയൊക്കെ ആയി, ഭീകരമായ തണുപ്പായി. അപ്പോൾ ഇട്ട ജാക്കറ്റൊന്നും പോരാന്ന് എനിക്കതോടെ മനസ്സിലായി. ഞാൻ ഗ്ലൗസൊക്കെ എടുത്തിട്ടു, പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. കുറേ നേരം കാത്തുന്നപ്പോഴത്തേക്ക് അടുത്ത ട്രെയിൻ വരുന്നു, അതിൽ കയറുന്നു. അത് കുറച്ചുകൂടെ പ്രാകൃത രൂപത്തിലുള്ളതാണ്, പഴഞ്ചൻ ട്രെയിൻ ആണെന്ന് തോന്നുന്നു, ഒരു മരപ്പെട്ടി പോലത്തെ ട്രെയിനാണ്. അതിനകത്ത് കയറുന്നു. പിന്നെ ട്രെയിൻ ഇങ്ങനെ ഓടി തുടങ്ങുന്നു. പിന്നെ ഓടുന്നത് ഗ്ലേഷ്യറുകൾക്ക് മുകളിലൂടെയാണ്. ഗ്ലേഷ്യറുകൾ കടന്ന് നമ്മൾ പോയി ടണലുകൾ പിന്നിട്ട് നമ്മളൊരു മലയുടെ മുകളിൻ്റെ ഏതാണ്ട് ഒരു മുകൾ ഭാഗത്ത് എത്താറാകുമ്പോഴത്തേക്കും കുറേ ദൂരം നമ്മൾ ടണലിനകത്തൂടെ, അതായത് മല തുരന്ന് മലയ്ക്കുള്ളിലൂടെ പോകുന്നത്. ഇടയ്ക്ക് ആ ട്രെയിനൊന്ന് നിർത്തും, നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് താഴ്വാരം കാഴ്ചകൾ കാണാം. ആ ടണലിനകത്ത് ഇറങ്ങാം. നമുക്ക് വിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മൾ വന്ന് കയറണം ട്രെയിനിൽ. വീണ്ടും ഓടി ട്രെയിന് ഏറ്റവും മുകളിലത്തെ സ്റ്റേഷനിലെത്തുന്നു, യുങ്ഫ്രോ കൊടുപടിയുടെ മുകളിലത്തെ സ്റ്റേഷനിൽ. ആ സ്റ്റേഷൻ 11,333 അടി ഉയരത്തിലാണ്. ഇനിയും നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. ഇത് സ്റ്റേഷനിലെത്തിയിട്ടുള്ളൂ. ഇവിടുന്ന് ഇനിയും ഒരു 500 അടിയും കൂടെ മുകളിലേക്ക് പോയെങ്കിലേ നമ്മൾ ഇതിൻ്റെ മല മുകളിലെത്തുള്ളൂ. അവിടെ ഇറങ്ങുമ്പോൾ കൊട്ടും തണുപ്പാണ്, സഹിക്കാൻ പറ്റുന്നില്ല. -37 തണുപ്പ് അവിടുത്തെ, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ ആ തണുപ്പ് അനുഭവിച്ചിട്ടില്ല. മഞ്ഞുവണ്ടി വലിക്കുന്ന നായ്ക്കളൊക്കെ ആയിട്ട് ആളുകൾ കടന്നു പോകുന്നത് കാണാം. സ്ലഡ്ജ് വലിക്കുന്ന പട്ടികൾ, അതൊക്കെ ആയിട്ടുള്ള ആളുകൾ പോകുന്നു. വന്നിറങ്ങിയവർ എന്നെപ്പോലെ തന്നെയാണ്. വന്നവരൊന്നും ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല. ഇതൊരു 0 അല്ലെങ്കിൽ -5, 10 വരെയുള്ളതാണല്ലോ നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും തണുപ്പിനെ പ്രതിരോധിക്കുന്ന ജാക്കറ്റൊക്കെ. അതൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ അസഹ്യമാണ്. പിന്നെ അവിടെ ടിങ്ങി മുമ്പേ നടന്ന് ഒരു ലിഫ്റ്റിനകത്ത് ചെന്ന് കയറി. ഈ ലിഫ്റ്റിൽ കയറിയപ്പോൾ നല്ല സുഖം. ലിഫ്റ്റിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കയറുന്നതിന് മുമ്പ് തന്നെ 2-3 സായിപ്പന്മാർ ഇതിനകത്ത് ഇടിച്ച് കയറാൻ നോക്കി. അപ്പം ഈ ടിങ്ങ് ഭയങ്കര ഉത്തരവാദിത്തബോധമുള്ള ആളാണ്. ടിങ്ങ് ഈ സായിപ്പന്മാരോട് പറഞ്ഞു, നോ എൻ്റെ ഗ്രൂപ്പിലുള്ളവർ കയറട്ടെ. അപ്പോൾ ഈ സായിപ്പ് ഇവനോട് ഉടക്കി, നിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ, നിൻ്റെ ഗ്രൂപ്പിന് മാത്രം കിട്ടിയതാണ് ലിഫ്റ്റ്. ഇവർ തമ്മിൽ തർക്കമായെന്ന് മാത്രമല്ല, ഈ സായിപ്പിന് ടിങ്ങിനെ തീരെ പിടിച്ചില്ല. ഇവൻ്റെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ മേപ്പോട്ട് നിൽക്കുന്ന മുടിയൊക്കെയാണ്. അപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് തലേ ബ്രഷ് വെച്ച എന്തോ എന്നുള്ള മട്ടിലുള്ള ഒരു പരാമർശം ഈ സായിപ്പ് നടത്തി. ടിങ്ങിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് വംശീയ അധിക്ഷേപമാണ്, തലയിൽ ബ്രഷ് വെച്ചത് നിൻ്റെ അച്ഛനാണ് എന്നുള്ള മട്ടിൽ ടിങ്ങ് മറുപടി പറഞ്ഞു. ഇവർ തമ്മിൽ പ്രശ്നമായി. ഉന്തിൻ്റെയും തള്ളിൻ്റെയും വക്കിലേക്ക് എത്തി. ഇപ്പം നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഇടപെട്ട് ടിങ്ങിനെ ശാന്തനാക്കി. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്ഫിങ്സ് ഒബ്സർവേറ്ററി എന്നാണ്, സ്ഫിങ്സിൻ്റെ ഷേപ്പുള്ളൊരു ഒബ്സർവേറ്ററിയാണ്. ഞാൻ പറഞ്ഞല്ലോ 1937 ഈ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയതാണ്. 1937 ഈ സംവിധാനങ്ങളും ഇവിടേക്കുള്ള റെയിൽവേ സംവിധാനങ്ങളും ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള ഫെസിലിറ്റികൾ ഒരുക്കി. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കേന്ദ്രം. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, മല മുകളിലേക്ക് ഇറങ്ങാം. ഈ ഒബ്സർവേറ്ററിക്ക് അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഈ ലിഫ്റ്റ് കയറി ചെല്ലുന്ന ഒബ്സർവേറ്ററിക്ക് അകത്തേക്കാണ്. അവിടെ നമുക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഞാനൊന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അകത്ത് ഇത്രയാണ് തണുപ്പെങ്കിൽ പുറത്തെ ഊഹിക്കാമല്ലോ, മഞ്ഞ് മലയാണ്. അങ്ങ് അനന്തതയിൽ മഞ്ഞ് പരന്ന് കിടക്കുകയാണ്. അവിടെ ബുൾഡോസറുകളും മഞ്ഞ് മാറ്റുന്ന യന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. വലിയ ധീരന്മാർ കുറേ പേര് അതിലൂടെയൊക്കെ നടക്കുന്നു. ഞാനൊരു മിനിറ്റ് നേരം പുറത്തു നിന്ന് കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ചാടി അകത്ത് കയറി. അതിമനോഹരമായ സംവിധാനങ്ങൾ, 100 കണക്കിന് ആളുകൾ വന്നിറങ്ങുന്ന ടൂറിസ്റ്റ് കേന്ദ്രം. ലോകത്തിൻ്റെ നെറുകയിൽ, യൂറോപ്പിൻ്റെ നെറുക എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ പല കാഴ്ചകളുണ്ട്. അവിടുന്ന് വേറൊരു ലിഫ്റ്റിൽ താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ, കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചില ടണൽ ശൃംഖലകളുണ്ട്. അതിനകത്തൂടെ നമുക്ക് നടക്കാം. ആ ടണൽ ശൃംഖലകളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ മലയുടെ വേറൊരു ഭാഗത്തേക്ക് തുറക്കുന്നത്. ആ ടണലിലൂടെ പോകുന്നത് പറഞ്ഞാൽ പർവ്വതാരോഹകരുടെ ടണലാണ്.
ഞാൻ അതിലൂടെ നടന്നു. ഇവിടെ ഒരു മണിക്കൂർ സമയം ടിങ്ക് അനുവദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരേണ്ട സ്ഥലവും പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയാണ് ഒത്തുചേരേണ്ടത്. താഴെ ഇൻഫർമേഷൻ സെൻറ്റർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇതിലൂടെ വേണമെങ്കിലും പോകാം. അങ്ങനെ ഞാൻ ഈ പർവ്വതാരോഹകരുടെ ടണലിലൂടെ നടന്നു ചെല്ലുമ്പം പർവ്വതം കയറാൻ നിൽക്കുന്ന 2 പേരെ പരിചയപ്പെട്ടു. അവർ കുറ്റിയും കൊളുത്തും മഴവും എല്ലാം ആയിട്ട് വേഷമൊക്കെ അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. കുറേ കയറുണ്ട്, പുറത്ത് തൂക്കുന്ന ബാഗുകളുണ്ട്, പല സാധനങ്ങളുണ്ട്. അവർ ലോകത്തിലെ പല പർവ്വതങ്ങളും കയറിയിട്ടുള്ളവരാണ്. അവരെ പരിചയപ്പെട്ടു. ആൽഫ്രഡെന്നും പീറി എന്നുമാണ് അവരുടെ പേര്. ആൽഫ്രഡും പീറിയും ഇതാണ് സ്ഥിരം പരിപാടി, പർവ്വതങ്ങൾ കീഴടക്കുക. അപ്പം ഈ ഒരു 3-4 കൊല്ലം മുമ്പ് ഈ ആൽഫ്രഡ് വേറൊരു സുഹൃത്തുമായിട്ട് ഇവിടെ വന്ന് ഈ യുങ്ഫ്രോ കൊടുമുടി നടന്ന് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് പിയറി എന്ന് പറഞ്ഞാൽ മറ്റൊരു സുഹൃത്തുമായിട്ട് വന്നിരിക്കുന്നത്, 2ാം തവണ കയറാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ പുറപ്പെടാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഈ കഥയൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ 2 പേര് പുറത്തുനിന്ന് കയറി വരുന്നു. അവരുടെ ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ്, പർവ്വതാരോഹർ തന്നെയാണ്. കയറി വന്ന് താടിയുള്ള ഒരാളാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ താടിയെ മുഴുവൻ ഐസ് കട്ടയായിട്ട്, താടി ഒരൊറ്റ ഐസ് കട്ടയായിട്ട് മാറിയിരിക്കുക. അപ്പോൾ ഇവരുടെ വിറച്ചോണ്ടാണ് ഈ സംസാരിക്കുന്നത്. ആൽഫ്രഡിനോടും പിയറോടും പറഞ്ഞു ഇന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഭയങ്കരമായ ശീതക്കാറ്റ്, ഭീകരമായ കാറ്റുമാണ്, അതുകൊണ്ട് ഇന്ന് വേണ്ട. അത് കുറേ നേരം ഇവരെന്തോ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം ആൽഫ്രഡും പിയറി ഇന്ന് പോകേണ്ടെന്ന് തീരുമാനിച്ചു. അവർ തിരിച്ച് കയറും കെട്ടുമൊക്കെ അഴിച്ച് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ അവരെ അവിടെ വിട്ടിട്ട് വീണ്ടും ചെന്ന് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അത് കണ്ടു. ഈ പ്രദേശം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത കാലം 1937 ഈ റെയിൽവേ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ കാലത്തിൻ്റെ ആ നിർമ്മാണ കാലഘട്ടം, പിന്നെ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് ഒക്കെ കാണിക്കുന്ന വിഷ്വൽസ് ഉണ്ട്, സിനിമയുണ്ട്. ഈ പ്രദർശനം എല്ലാം കണ്ടു. അതിമനോഹരമായ ഒരു ഫെസിലിറ്റി, 10,000-കണക്കിന് ആളുകൾ എത്തുന്നൊരു സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചതേ, 1937 ഇത്തരം കേന്ദ്രങ്ങളെ അവിടെ സ്വിറ്റ്സർലൻഡ് ഭാവനാപൂർവ്വം ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കി. 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ പർവ്വത പ്രദേശങ്ങളെ, നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ, നമ്മുടെ ഹിൽ സ്റ്റേഷനുകളെ ഈ മട്ടിൽ റെയിൽവേ വേണ്ട ഒരു കേബിൾ കാർ പോലും ഒരുക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറഞ്ഞേക്കാം, ഈ പാശ്ചാത്യർ മുഴുവൻ കോളനികളുണ്ടാക്കി അവിടെ നിന്ന് അടിച്ചു മാറ്റിയ കാശും കൊണ്ടല്ലേ ഇതുണ്ടാക്കിയത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് എത്തിയില്ല എന്നോ അവരെന്തുകൊണ്ട് എത്തി എന്നതിന് എപ്പോഴും കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ചിന്താശേഷിയോ ഇച്ഛാശക്തിയോ ഭാവനയോ ഒന്നുമല്ല. അവർ പല രാജ്യങ്ങളിൽ നിന്നും കടത്തിയ പണം മാത്രമാണ് അവരുടെ ഇന്നത്തെ ആ സംവിധാനങ്ങളുടെ വിജയത്തിൻ്റെ എല്ലാം കാരണമെന്ന് സ്ഥാപിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒന്നറിഞ്ഞോളൂ, ഈ സ്വിറ്റ്സർലൻഡിന് കോളനിയൊന്നുമില്ലായിരുന്നു. ലോകത്ത് കോളനികൾ സ്ഥാപിക്കാത്ത ഒരു രാജ്യമായിരുന്നു സ്വിറ്റ്സർലൻഡ്. ബുദ്ധി കൊണ്ടും പ്രതിഭ കൊണ്ടുമാണ് അവിടം വരെ എത്തിയത്. അപ്പം നമ്മളും കോളനികൾ സ്ഥാപിക്കാത്തൊരു നാടും ബുദ്ധിയും പ്രതിഭയുള്ള ഒരാളുകളുടെ നാടുമൊക്കെ ആയ സ്ഥിതിക്ക് അധികം താമസിയാതെ സ്വിറ്റ്സർലൻഡ് ആകും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.